ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈലാസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജിൻ്റെ വ്ലോഗായിട്ടാണ്. അപ്പോൾ ഇന്നായിരുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ ലാസ്റ്റ് ഡേ. ഇനി റീഓപ്പൺ ആഫ്റ്റർ 6 മന്തേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊരു മീറ്റപ്പാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ. അങ്ങനെ ഞാനും ഒക്കെയും കുട്ടികളും ഗ്ലോബൽ വില്ലേജിലെത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ഗ്ലോബൽ വില്ലേജ് മെയ് 5 സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അത് ക്ലോസിങ് ഡേറ്റ് മെയ് 8 എത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇവരിത് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് കിഡ്സിന് ഫ്രീ ആയിരുന്നു. അണ്ടർ 12 കിഡ്സിന് എൻട്രി ഫ്രീ ആയിരുന്നു. അഡൽട്സിന് നോർമൽ പ്രൈസ് 25 ദിർഹംസ് തന്നെ ആയിരുന്നു. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതെന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക വേണം. ഞാൻ വന്ന സമയത്ത് അത്ര ഒന്നും റഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഓരോ പവലിയനിൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ശ്വാസം കിട്ടാത്ത രീതിയിലായിരുന്നു. അത്രക്ക് റഷായിരുന്നു. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീൽസ് ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാം. ഫ്രണ്ട്സ് വരാൻ ഇനിയും ടൈമുണ്ട്. അത് കാരണം ഞാൻ കുറച്ചിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ഗ്ലോബൽ വില്ലേജ് വന്ന് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഷോപ്പിംഗ് അല്ല, കുട്ടികൾക്ക് ഓൾറെഡി ഷോപ്പിംഗ് ഇഷ്ടമില്ലല്ലോ. പക്ഷേ അവിടുത്തെ ഗെയിംസ്, എൻ്റർടൈൻമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്കുണ്ട്. അത് കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ തന്നെ. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ചെറുതിന് ഹംഗ്രിയായി. അവിടെ നിന്ന് ഞങ്ങളൊരു ഗ്രിൽ കോൺ വാങ്ങിക്കൊടുത്തു. ആ സമയത്ത് ഞാനും അന്തും കൂടിയിട്ട് അയാനുവിനെ വെറുപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയുമായിരുന്നു. ആൽഫ്രഡോ പാസ്തയും പിങ്ക് പാസ്തയും വാങ്ങാം അല്ലേ? അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. അങ്ങനെ ഫുഡ് സ്ട്രീറ്റിലെത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾ മെയിൻ ഹോബി. അവിടെ നിന്ന് അന്തുവിൻ്റെ ഫേവറേറ്റായിട്ടുള്ള ചൂറോസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അത് ഓർഡർ ചെയ്തു. 25 ദിർഹംസാണ് ചൂറോസിന് ഉള്ളത്. അത് മേക്കിംഗ് ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് അവർ, നല്ല രസമുണ്ടായിരുന്നത് കാണാൻ തന്നെ. അവിടുന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഷുഗറിൽ കോട്ട് ചെയ്തിട്ട് ന്യൂട്ടെല്ലയും കൂടി ഡിപ്പാക്കി നമുക്ക് തരിക ചെയ്യുക. ഭയങ്കര ചൂടായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. അവർ ചൂടൊന്നും ഒരു വകയും വെക്കാതെ അവർ സുഖമായിട്ടിരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് അവിടെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ യമൻ പവലിയനിലാണ് ഫസ്റ്റ് കയറിയത്. കുറച്ച് ഹണി വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രൈസിലാണ് ഞങ്ങൾക്ക് ഹണി എല്ലാവർക്കും കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അർഫാസിനെ കണ്ടത്. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഫയർ വർക്സിൻ്റെ മേളായിരുന്നു കേട്ടോ. എനിക്ക് ഫയർ വർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അത് നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അങ്ങനെ പാകിസ്ഥാനും യുഎഇയും അങ്ങനെ കുറേ പവലിയൻസിൽ ഞങ്ങൾ കയറി കേട്ടോ. ചൈനയിലും ഇന്ത്യയിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഇതിലില്ല. വീഡിയോ ഇട്ട് വെറുപ്പിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ സ്ഥലം കാലിയാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ബൈ ഫ്രം നെഹ്ല.